ചേട്ടാ ഈ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഒരു വിചാരമുണ്ട് നമുക്കെല്ലാം ഭയങ്കര ഈസിയാണെന്ന്. അതായത് വീട്ടിൽ ഫുൾ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, ഏത് രാത്രിയും എവിടെ വേണമെങ്കിലും പോവാം. സത്യത്തിൽ അതൊക്കെ വെറുതെയാ. വീട്ടിൽ ഓരോ ഉപ്പ് സത്യാഗ്രഹവും ജാലിയൻ വാലാബാഗും എന്തിനു ദണ്ഡിയാത്ര നടത്തിയിട്ടാണ് നമുക്ക് വീട്ടിൽ ഈ ഫ്രീഡം നടത്തിയുള്ളത് നമുക്കറിയൂ. ഗേൾസിന് ഈ ഭയങ്കരമായിട്ട് കെയർ കിട്ടും, പക്ഷെ നമ്മൾ ബോയ്സിന് അങ്ങനെ കെയർ പൊതുവെ കിട്ടാറില്ല. ഇപ്പം തന്നെ ഈ ശ്രീലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കണം, ഒരു 150 ഹായെങ്കിലും ഇപ്പം ഇവൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അല്ല, സാജു ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഒരു 200 ഹായെങ്കിലും കാണും, പക്ഷെ ഇങ്ങോട്ട് വന്നതായിരിക്കില്ല, അങ്ങോട്ട് വല്ല പെണ്ണുങ്ങൾക്കൊക്കെ അല്ലേ. അപ്പം ഈ ബോയ്സിനെ സംബന്ധിച്ച് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഈ ഇക്വാളിറ്റി ഗേൾസിനല്ല, നമ്മൾ ബോയ്സിനാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബസ്സിൽ ഒരു ഗർഭിണി കയറി കഴിഞ്ഞാൽ പലരും സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. എന്നാൽ അതിന്റെ കാരണഭൂതൻ ഇന്നുവരെ ആരെങ്കിലും സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തിനു ചേട്ടാ, ഇവിടെ ഗ്രൂമിങ് നടക്കുമ്പോ ഗ്രൂമർ കൗണ്ടർ പറഞ്ഞു കൊടുക്കുന്ന ആർക്കാ? സ്ത്രീകൾക്ക്. അവിടെ ബോയ്സിനൊരു ചേട്ടാ, എൻ്റെ ലൈഫിൽ ഞാൻ നഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിട്ടുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് എൻ്റെ റിലേറ്റീവ്സ്, 2 എൻ്റെ വെർജിനിറ്റി. ഇത് രണ്ടും എന്നെ വിട്ട് പോയിട്ടേ ഇല്ല. പക്ഷേ ഈ റിലേറ്റീവ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ അടുത്ത ബന്ധുക്കളല്ല, ഈ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഉണ്ടല്ലോ, അവരാണ് എനിക്ക് ഏറ്റവും ദേഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ നമ്മൾ വല്ല കല്യാണത്തിനെ കാണത്തുള്ളൂ, എന്നിട്ട് ചെല്ലുമ്പോൾ ഇവർ ഒരു ക്ലീശ ചോദ്യമുണ്ട്, മോനെ എന്നെ മനസ്സിലായില്ലേ എന്ന്. നമ്മൾ ആരുടെ കൂടെ ചെല്ലുന്നോ അതാണ് നമ്മുടെ അച്ഛൻ എന്നുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് വെച്ചാണ് ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത്, അല്ലാതെ ഇവരെ നമുക്ക് അറിയത്തൊന്നുമില്ല. പിന്നെ എൻ്റെ റിലേറ്റീവ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടക്കേട് എൻ്റെ ഒരു അമ്മാവനെയാണ്. കാരണം പുള്ളി എപ്പോൾ കണ്ടാലും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അമ്മാവൻ മരിച്ചു കഴിഞ്ഞപ്പം അമ്മായിക്ക് ഭയങ്കര സങ്കടം. 5 മാസമായി അമ്മാവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ്, അമ്മായി ഒരു ഓജോ ബോർഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഒരു ബോർഡ് എടുക്കുക, ABCD 1 2 3 yes or no ഇതൊക്കെ എഴുതി നമ്മൾ ആത്മാവനെ വിളിച്ചു വരുത്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ അങ്ങനെ വിളിച്ചു വരുത്തി നമുക്ക് അമ്മാവനോട് സംസാരിക്കാം. ഒരു 1.5 മണിക്കൂറായിട്ടും അമ്മാവൻ സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് അമ്മാവന് ABCD അറിയില്ല. ഞാൻ വെറുതെ എന്നാ അത് വായിച്ച് എഴുതാന്ന് വെച്ചാലോ, അമ്മാവൻ എഴുതി അറിയില്ല, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യൻ. പുള്ളി ആകെപ്പാടി സ്കൂളിൽ പോയിട്ടുള്ളത് മറ്റേ വോട്ട് ചെയ്യാനല്ലാതെ വേറെ ഒന്നും പുള്ളി സ്കൂളിലൊന്നും പോയിട്ടില്ല. പിന്നെ അമ്മായും വിഷയമായി, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മാവനെ മരിച്ചു കഴിഞ്ഞിട്ട് വരെ ഞാൻ വിളിച്ചു വരുത്തി കളിയാക്കിയെന്നും പറഞ്ഞിട്ട്. അതോടെ ഞാൻ അത് നിർത്തി. പക്ഷേ അമ്മായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് എൻ്റെ അപ്പനാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുമായിരുന്നു. ഈ അപ്പൻ മകൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര അണ്ടർ റേറ്റഡാണ്. എന്താ വെച്ചാൽ ആ റിലേഷൻഷിപ്പിനെ പറ്റി ആരും അങ്ങനെ സംസാരിക്കാറില്ല, അവർ തമ്മിൽ തന്നെ അധികം സംസാരിക്കാറില്ല. പിന്നാണ് ആ റിലേഷൻഷിപ്പിനെ പറ്റി. ഈ നമ്മൾ ബോയ്സിന് എന്ത് സാധിക്കും, അതായത് എന്ത് നമ്മൾ ചെയ്യും. പക്ഷേ ഒരു 5 മിനിറ്റ് അപ്പനുമായിട്ട് ഒരു റൂമിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു നോക്കിയേ, നമുക്ക് പറ്റൂല. നമ്മൾ വേറെ എന്ത് സഹിക്കും? അപ്പനെ കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ അപ്പൻ എനിക്ക് പല ഉപദേശങ്ങളും തന്നിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നത്. വേറൊന്നുമല്ല, എനിക്കൊരു പെണ്ണില്ലാത്തതിൻ്റെ ഒറ്റ കാരണം അപ്പൻ്റെ ഉപദേശമാണ്. അപ്പന് ഈ തഗ് ലൈഫൊക്കെ അടിക്കുമെങ്കിലും ഒരു ഏജ് ആയി കഴിഞ്ഞപ്പം പുള്ളിക്ക് ഫുൾ മണ്ടത്തനങ്ങളാണ്. അതായത് കോവയ്ക്കായി മേടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പാവയ്ക്കായി മേടിച്ചുകൊണ്ട് വരും, മലക്കറി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഇലക്കറി മേടിച്ചുകൊണ്ട് വരും. ഞാൻ ചോദിച്ച് എന്ത് പറ്റി, ഇപ്പോൾ ഫുൾ മണ്ടത്തനങ്ങളൊക്കെ ആണല്ലോ എന്ന്. അപ്പം പറഞ്ഞ്, മോനെ ഇപ്പം മാത്രമല്ല പണ്ടും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഡയലോഗിൽ കുഴപ്പമില്ലെങ്കിൽ ആ നോട്ടത്തിലൊരു വശവശം ഉണ്ടായിരുന്നു. പിതാശ്രീയെ കുറിച്ച് ഇവിടെ പരാമർശിച്ച സ്ഥിതിക്ക് മാതാശ്രീയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ കൂട്ടിട്ട ചേട്ടാ. എനിവേ, എൻ്റെ മാതാശ്രീ ഈ പൊതുവെ പറയുമല്ലോ, അമ്മമാർക്ക് ബോയ്സിനോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന്. പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ച് ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സാധനം ഈക്വൽ ടു എൻ്റെ റൂമെന്നാണ്. കാരണം അമ്മ എപ്പോഴും പറയുന്നത് ഏറ്റവും വൃത്തികെട്ട എന്തോ അതാണ് നിൻ്റെ റൂമെന്ന്. പക്ഷേ ഈ അപ്പൻ അമ്മയ്ക്കും കോമൺ ആയിട്ടൊരു സ്വഭാവമുണ്ട്. ഈ കോഹ്ലിയില്ലേ, കോഹ്ലി ക്രിക്കറ്റ് കളിക്കുന്നു, സെഞ്ചുറി അടിക്കുന്നു, ഗ്യാലറി ഇന്ന് ആര് കൈയടിക്കും? അനുഷ്ക ശർമ്മ. രോഹിത് ശർമ്മ ക്രിക്കറ്റ് കളിക്കുന്നു, സെഞ്ചുറി അടിക്കുന്നു, ഗ്യാലറി നിന്ന് ആര് കൈയടിക്കും? പുള്ളിയുടെ ഭാര്യ. ഇന്നേ അവർ അച്ഛനും അമ്മയും കൈയടിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവര് വീട്ടിൽ ഇരുന്ന് TVയും കണ്ടിട്ട് പറയും, ഇവന് ഈ ആയ കാലത്ത് PSC എഴുതിയെടുത്തിരുന്നെങ്കിൽ ഈ വെയിലത്ത് കിടന്ന് കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് വെറുപ്പുള്ള കോമൺ ആയിട്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് ഗൂഗിൾ മാപ്പ് പോലാന്ന്. കാരണം എന്നെ വഴി തെറ്റിക്കുന്ന അവരാണെന്ന്. അല്ല, ഏറെക്കുറെ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്ന് പഠിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചത് അത് എൻ്റെ ഫ്രണ്ട്സിൽ നിന്നാണ്. അതായത് നമ്മൾ കോളേജ് പഠിക്കുമ്പം വട്ടച്ചെലവിന്, ഒരു മാസത്തെ വട്ടച്ചെലവിന് വേണ്ടിയിട്ട് 1000 രൂപ ഇവർ അയച്ചു തരും. ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ 900 രൂപ ചിലവാക്കിയിട്ട് ബാക്കി 100 രൂപ വെച്ച് 27 ദിവസം ഓടിക്കാൻ പഠിപ്പിച്ചത് അതെൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ ദുശീലങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക
നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കും അല്ലേ? പക്ഷേ സാജു ചേട്ടൻ അങ്ങനല്ല. സാജു ചേട്ടൻ്റെ ഫ്രണ്ട്സിനാണ് കൂടുതൽ ദുശീലങ്ങളും സാജു ചേട്ടൻ അതിനോ ചേട്ടാ. സത്യത്തിൽ ഈ ബോയ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എടപ്പള്ളി ജംഗ്ഷൻ പോലെ. കാരണം ഫ്ലൈ ഓവർ വന്നെന്ന് പറഞ്ഞാലും മെട്രോ സ്റ്റേഷൻ വന്നെന്ന് പറഞ്ഞാലും ഫുൾ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരായി മാറണം? പ്രൈവറ്റ് ബസ്സുകാരെ പോലെ ആയിരിക്കണം. കാർ അനങ്ങില്ല, ബൈക്ക് അനങ്ങില്ല, ഓട്ടോ പോലും അനങ്ങില്ല, എന്നാൽ ഇവർ മാത്രം ഹോൺ അടിച്ച് മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ആരെ പോലെ ആവണം? പ്രൈവറ്റ് ബസ്സുകാരെ പോലെ ആക്കണം. സോ താങ്ക് യു.